മലക്കം മറിഞ്ഞ ലീഗ് വികസന സദസ്സുമായി സഹകരിക്കില്ല. സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന വികസന സദസ്സുമായി സഹകരിക്കുമെന്ന മുൻ നിലപാടിൽ നിന്ന് മലപ്പുറം മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വം പിൻവാങ്ങി. UDF നേതൃത്വം എടുത്ത ബഹിഷ്കരണ തീരുമാനത്തോട് യോജിച്ച് വികസന സദസ്സിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലെത്തുകയായിരുന്നു ലീഗ് നേതൃത്വം. മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുൾ ഹമീദാണ് പുതിയ തീരുമാനം അറിയിച്ചത്. വികസന സദസ്സ് മലപ്പുറത്ത് ഗംഭീരമായി നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അവരുടെ വികസനപരമായ നേട്ടങ്ങളെല്ലാം ജനങ്ങളുടെ മുമ്പാകെ പഞ്ചായത്തിന്റെയും മുനിസിപ്പാലിറ്റിയുടെയും ചിലവിൽ അവതരിപ്പിക്കാൻ ലഭിക്കുന്ന അവസരമാണെന്നും UDF ഭരണമുള്ള പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും പ്രവർത്തകരെയും നിഷ്പക്ഷരായിട്ടുള്ള പൊതുജനങ്ങളെയും പരമാവധി പങ്കെടുപ്പിച്ച് UDFന്റെ ഭരണ നേട്ടങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച് അവസരം പ്രയോജനപ്പെടുത്തണമെന്നുമാണ് മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ സെക്രട്ടറി P. അബ്ദുൾ ഹമീദ് MLA പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടത്. ആര് സഹകരിക്കില്ലെന്ന് പറഞ്ഞാലും സർക്കാർ സെക്രട്ടറിമാരെ ഉപയോഗിച്ച് ഇത് നടപ്പിലാക്കുകയും ഒടുവിൽ പരിപാടി CPMന്റെ പരിപാടിയായി മാറുകയും ചെയ്യും. അതുകൊണ്ടാണ് വികസന സദസ്സുമായി സഹകരിക്കുന്നതെന്നാണ് ലീഗ് നേതാക്കൾ വ്യക്തമാക്കിയത്. ഈ നിലപാടാണ് ലീഗ് പെട്ടെന്ന് തന്നെ തിരുത്തിയത്. UDF നേതൃത്വത്തിന്റെ അറിവോടെയല്ല ലീഗ് മലപ്പുറം ജില്ലാ നേതൃത്വം നേരത്തെ വ്യത്യസ്തമായൊരു നിലപാടെടുത്തതെന്ന വിവരവും പുറത്തുവന്നു. ഇതോടെ മണിക്കൂറുകൾക്കുള്ളിൽ ഒരു വിഭാഗീയത ഉണ്ടോ എന്ന ചോദ്യവും ഉയർന്നിട്ടുണ്ട്. ഈ വിഷയത്തിലെ ലീഗിന്റെ നിലപാട് മാറ്റം UDFനുള്ളിൽ ആഭ്യന്തര തർക്കങ്ങളുണ്ടെന്ന സൂചന നൽകുന്നുണ്ടോ എന്നും സംശയമുയർത്തുന്നുണ്ട്. UDF കൺവീനർ അടൂർ പ്രകാശ് MP ഈ വിഷയത്തിൽ വിശദീകരണം നൽകിയിട്ടുണ്ട്. UDF ഐക്യകണ്ഠേനയാണ് വികസന സദസ്സും അയ്യപ്പ സംഗമവും ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചത്. ഈ തീരുമാനം അനുസരിച്ചുള്ള സർക്കുലറും പുറത്തിറക്കിയിരുന്നു. എന്നാൽ മലപ്പുറത്ത് ലീഗ് എടുത്ത വ്യത്യസ്ത നിലപാടിനെക്കുറിച്ച് അന്വേഷണം നടക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും അടൂർ പ്രകാശ് കൂട്ടിച്ചേർത്തു. കൃത്യമായി ഫണ്ട് നൽകാതെയും ഫണ്ട് വൈകിപ്പിച്ചും തദ്ദേശ സ്ഥാപനങ്ങളിലെ LDF സർക്കാർ തകർക്കുകയാണെന്ന് അടൂർ പ്രകാശ് ആരോപിച്ചു. മുമ്പ് നവകേരള സദസ്സ് നടത്തിയതുപോലെ ഭരണകാലാവധി കഴിയാനിരിക്കെ വികസന സദസ്സ് നടത്തുന്നത് ദൂർത്താണെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം വികസനത്തെ എതിർക്കുന്നവരാണ് UDF എന്ന നിലപാട് CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ ആവർത്തിച്ചു. വികസന സദസ്സുകളിൽ എല്ലാവരും പങ്കെടുക്കണമെന്നും ശരിയായ നിലപാട് സ്വീകരിക്കുന്നവരോട് CPM ക്രിയാത്മകമായി പ്രതികരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.